പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ സുവിശേഷത്തെ സ്നേഹിച്ച് ആഗതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾ, എല്ലാവർക്കും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ വീണ്ടെടുപ്പുകാരനുമാകുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുകയാണ്. കഴിഞ്ഞ 3 രാത്രിയിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല കൺവെൻഷൻ കൂടുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചു. ടുഡേ ഈസ് ദ ലാസ്റ്റ് ഡേ. ഇന്ന് കൺവെൻഷൻ്റെ ഒരു അവസാന സമാപന ദിവസമാണ്. കഴിഞ്ഞ 3 രാത്രിക്കാലം നമുക്കറിയാം, നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി സ്തുതിക്കുവാനും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ മാത്രമല്ല, ഈ ദേശത്തോട് ദൈവത്തിൻ്റെ ആലോചന അത് മറച്ചു വെക്കാതെ അറിയിക്കുവാനൊക്കെ ദൈവം നമ്മളെ സഹായിച്ചത് ഓർത്തുകൊണ്ട് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാ ദൈവദാസന്മാരെയും എല്ലാ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രതിഫലിച്ചു കൂടാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് ദൈവത്തിൻ്റെ എല്ലാ നന്മകളും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് പ്രിയ ദേവി പാസ്റ്റർ പറഞ്ഞതുപോലെ എനിക്കറിയാം, എൻ്റെ സന്ദേശത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കർത്താവിൻ്റെ ദാസനിലൂടെ അത് കേൾപ്പിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് എന്ന വ്യക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, തൻ്റെ 13 ലേഖനങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു പുതിയ നിയമത്തിൽ പുതിയ നിയമത്തിൽ 13 ലേഖനം എഴുതിയ അപ്പോസ്തലനായ പൗലോസ്, അല്ലെങ്കിൽ തൻ്റെ ആ 3 മിഷണറി യാത്രയിലൂടെ ആരും കടന്നു പോകുവാൻ ആഗ്രഹിക്കാത്തതും കടന്നു ചെല്ലാത്തതുമായ പല സ്ഥലങ്ങളിലും കടന്നു ചെന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിച്ച പൗലോസ് തൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണുന്നുണ്ട്, തൻ്റെ പുരുഷായുസ് മുഴുവൻ തനിക്കൊരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഹി വാണ്ട് ടു പ്രസന്റ് ജീസസ് ടു അതേഴ്സ്. യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം. ദൈവജനമേ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കുക, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? എത്ര പേർക്ക് ഇന്ന് വിശ്വാസത്തോടെ അതിധൈര്യത്തോടെ പറയാൻ കഴിയുന്നുണ്ട്, ആ യേശുവിനെ കുറിച്ച് എനിക്ക് ലോകത്തോടൊന്ന് വിളിച്ചു പറയണം? കഴിഞ്ഞ 3 രാത്രിയിലും നമ്മൾ ഈ ദേശത്തോട് വിളിച്ചു പറഞ്ഞ ഒരു കാതലായ സത്യമുണ്ട്, യേശു ജീവിക്കുന്ന ദൈവമാണ്. He is the only savior. അവൻ മാത്രമാണ് യഥാർത്ഥ രക്ഷകൻ. എത്ര പേർക്ക് നെഞ്ചുറപ്പോടെ, എത്ര യുവജനങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും, യേശു എന്റെ രക്ഷകനാണ്, അവനിൽ കൂടെ അല്ലാതെ there is no eternal life, ഒരു രക്ഷയില്ല എന്ന് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നുണ്ട്? നമുക്ക് പൗലോസിനോട് ചോദിക്കാം, പൗലോസേ, എന്താണ് നിന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം? പൗലോസ് പറയും, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. യഹൂദ മതത്തിനു വേണ്ടി എരിവ് പൂണ്ട് മതത്തിനു വേണ്ടി എന്നും ചെയ്യാൻ മടിക്കാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, സ്തെഫാനോസിനെ കൊല്ലുവാൻ പോലും കൂട്ടുനിന്ന വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. എന്ന് പറഞ്ഞാൽ കൊട്ടേഷൻ കൊടുത്ത് മാറി നിന്ന് കൈയടിച്ച യഹൂദ മതത്തിനു വേണ്ടി എരിവ് പൂണ്ട വ്യക്തിയാണ് പൗലോസ്. ക്രിസ്ത്യാനികളെ കാണുമ്പോൾ വല്ലാതെ എന്ന് പറഞ്ഞ ചൊടി കടിക്കുന്ന, അല്ലെങ്കിൽ അവരെ കാണുമ്പോൾ കല്ലെറിയുന്ന, അവരെ കാണുമ്പോൾ എന്താ പറയുക, ഉപദ്രവിക്കുന്ന, കൊല്ലുന്ന സ്വഭാവമുള്ള പൗലോസ് വിളിച്ചു പറയും, എനിക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എന്നാൽ യേശുവിനെ അറിഞ്ഞപ്പോൾ എന്റെ ലക്ഷ്യം മാറി. ആ യേശുവിനെ അറിഞ്ഞപ്പോൾ എനിക്ക് യേശുവിനെ ഉയർത്തുക എന്നുള്ളതല്ലാതെ മറ്റു ലക്ഷ്യം എനിക്കില്ലേ ഇല്ല. നമുക്ക് പൗലോസിനോട് ചോദിക്കാം, ഒരു പരീശനായ പൗലോസ്, 8-ാം നാളിൽ പരിച്ഛേദന ഏറ്റവൻ, അവൻ എബ്രായക്കാരൻ, യഹൂദ മതത്തിനു വേണ്ടി ദൈവസഭയെ നഖശിക എന്ന് മുടിച്ചു വന്ന വ്യക്തി. എന്നാൽ റോമാലേഖനം 1:16 പറയുന്നുണ്ട്, ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. എനിക്ക് സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്നുണ്ട്, ആ യേശുവിന്റെ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്നുണ്ട്? നമുക്ക് ചോദിക്കാം പൗലോസിനോട്, പൗലോസേ, എന്താണ് ഈ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ല എന്ന് പറയാൻ കാരണം എന്താണ്? പൗലോസ് പറയും, ഈ സുവിശേഷമാണ് ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം. പൗലോസിന്റെ ജീവിതം പഠിക്കുമ്പോൾ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റ് ബെന്യാമിൻ ഗോത്രക്കാരനാണ്, യഹൂദ മതത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവൻ, ക്രിസ്ത്യാനികളെ കൊന്നുമുടിച്ച് അവൻ മഹാപുരോഹിതനെ അധികാരപത്രം വാങ്ങി അങ്ങ് ദമസ്കോസിൽ എവിടെയെങ്കിലും ഈ മാർഗക്കാരെ കാണുമ്പോൾ കൊന്നുമുടിക്കുവാനുള്ള എല്ലാ അഹങ്കാരത്തോടെ അഹന്തതയോടെ യാത്ര ചെയ്യുമ്പോൾ അവൻ യേശുവിനെ കണ്ടെത്തി. He had an encounter with Jesus Christ. അവിടെയാണ് തന്റെ ജീവിതത്തിന് രൂപാന്തരമുണ്ടായത്. മതത്തിനു വേണ്ടി അവൻ ബോംബ് പൊട്ടിക്കുന്നവനാ എന്ന് പറഞ്ഞാൽ, മതത്തിനു വേണ്ടി എന്തും ചെയ്യുന്ന പൗലോസിന്റെ ജീവിതത്തിന് യേശു വന്നപ്പോൾ ഒരു വലിയ മാറ്റമുണ്ടായെന്ന്, ഒരുവനെ രൂപാന്തരപ്പെടുത്തുവാൻ ഈ യേശുവിന്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അവൻ പാപ സ്വഭാവത്തിൽ നിന്ന് പഴയ മനുഷ്യനെ മാറ്റുവാൻ യേശുവിന്റെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ.
Then what is the gospel? എന്താണ് സുവിശേഷം? ഞങ്ങൾ വിളിച്ചു പറയും 2 തിമോത്തിയോസ് 2:8. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. That is the gospel. There is the power in the gospel. അതെന്താ സുവിശേഷം? പൗലോസ് പറയും, എന്നെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം. ഇതുവരെ മറ്റുള്ളവരെ കൊല്ലാൻ, ക്രിസ്ത്യാനികളെ കാണുമ്പോൾ കൊല്ലാനുള്ള ആ മനസ്സ് മാറ്റിയത് അത് യേശുവിന്റെ സുവിശേഷമാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റുന്നുണ്ട്, എനിക്കൊരു പഴയകാല ജീവിതമുണ്ടായിരുന്നു, എന്റെ പഴയ മനുഷ്യനെ മാറ്റിയത് ഈ യേശുവിന്റെ സുവിശേഷമാണ്. നിങ്ങൾക്കറിയാമോ, കേരളക്കരയാകെ ഞെട്ടിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. 90s കരിക്കൻ വില കൊലപാതക കേസ്. അത് കേരളത്തിന്റെ മനസ്സാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ചൊരു വാർത്തയാണ്. മദ്രാസ് മോൻ ഒരു മൂവി പോലും ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം എന്താ പറയാ, ഡ്രഗ്സിന് വേണ്ടി, പണത്തിനു വേണ്ടി, മദ്യത്തിനു വേണ്ടി സ്വന്തം ആന്റിയെയും സ്വന്തം അങ്കിളിനെ കൊന്നുമുടിച്ചൊരു വാർത്തയുണ്ട്. എന്നാൽ താന് ജയിലിൽ കിടക്കുമ്പോൾ ഒരു സുവിശേഷം കൊടുത്ത ട്രാക്റ്റിലൂടെ ആ സുവിശേഷം വായിച്ച് തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. താൻ പറയുകയാണ്, ഞാൻ മാനസാന്തരപ്പെടുകയാണ്, ആ ജീവിതമാണ് എന്നെ മാറ്റിമറിച്ചത്. ഇന്ന് അദ്ദേഹം ബാംഗ്ലൂര് ഒരു സുവിശേഷകനാണ്. ഞാൻ കണ്ടിട്ടുണ്ട് റെനി വെസ്ലി തന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയത് ഈ യേശുവിന്റെ സുവിശേഷമാണെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയും, ഈ സുവിശേഷമല്ലാതെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ മറ്റൊരു കാര്യമില്ലേ ഇല്ല. പഴയ ജീവിതത്തെ മാറ്റി പുതുമനുഷ്യനാക്കാൻ കഴിയുന്ന ഒരേ ഒരു സുവിശേഷം. ബാംഗ്ലൂര് ആട്ടോ രാജ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു സുവിശേഷകനാണ്. ചില വർഷങ്ങൾക്ക് 34 വർഷത്തിന് മുമ്പ് 16 വയസ്സുള്ളപ്പോൾ ഒരു ക്രിമിനലായിരുന്ന എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കൊല ചെയ്ത് അദ്ദേഹം ചെന്നൈയിലുള്ള ഒരു പ്രിസണിൽ കിടക്കുമ്പോൾ, ഒരു ജയിലിൽ കിടക്കുമ്പോൾ ആരോ കൊടുത്ത ട്രാക്ട് വായിച്ച് അദ്ദേഹം തന്റെ ജീവിതം യേശുവിനായി സമർപ്പിച്ചു. ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോകുകയല്ല, ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. ആട്ടോ രാജ ബാംഗ്ലൂര് തന്നെ രൂപാന്തരപ്പെടുത്തിയത് ഈ യേശുവിന്റെ സുവിശേഷമാണെങ്കിൽ അനേകർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ അവൻ ആട്ടോ രാജയെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയും, ഒരുവനെ രൂപാന്തരപ്പെടുത്താൻ, പഴയ മനുഷ്യനെ മാറ്റി പുതിയ മനുഷ്യനാക്കാൻ ഒരേ ഒരു മാർഗം, അത് യേശുവിന്റെ മാർഗമാണ്. There is no other way. His name is Jesus. അത് യേശുവെന്നാണ് അവന്റെ നാമം. ഹല്ലേലൂയ. കേരളത്തിൽ ഒരു സ്ഥലമുണ്ട്, ട്രിവാൻഡ്രം ചെങ്കൽച്ചൂള. പോലീസുകാർ പോലും പോകാൻ മടിക്കുന്ന ഒരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ ചെങ്കൽച്ചൂള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ്ടകളുടെ നാടെന്നാണ്. ഇന്ന് ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ ആ ഗുണ്ടകളുടെ നാട് മാറി. ഇന്ന് അനേക സുവിശേഷകന്മാരെ വാർത്തെടുത്ത നാടായി ചെങ്കൽച്ചൂള മാറിയെങ്കിൽ ഞങ്ങൾ വിളിച്ചു പറയും, ഏത് ഗുണ്ടയായിക്കോട്ടെ, ഏത് പഴയ സ്വഭാവമായിക്കോട്ടെ, ആ പഴയ സ്വഭാവത്തെ മാറ്റി പുതു മനുഷ്യനാക്കാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം, അത് യേശുവിന്റെ മാർഗമാണ്. അത് പറയുമ്പോൾ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. എത്ര കുഞ്ഞുങ്ങൾക്ക് അഭിമാനത്തോടെ നെഞ്ചുറപ്പോടെ പറയാൻ പറ്റും, ഈ യേശുവിനായി മരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ മതത്തിനു വേണ്ടി മരിക്കാനല്ല, മതത്തിനു വേണ്ടി ബോംബ് വെക്കുവാൻ ഈ മാർഗം ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല. മതത്തിനു വേണ്ടി കല്ലെറിയാൻ ഞങ്ങൾ പോയിട്ടില്ല. ഈ മതത്തിനു വേണ്ടി സമരം നടത്തുവാൻ ഞങ്ങൾ പോയിട്ടില്ല. മതത്തിനു വേണ്ടി തീവ്രവാദ പ്രവർത്തനം നടത്തുവാൻ ഞങ്ങൾ പോയിട്ടില്ല. ഞങ്ങളെ രക്ഷിച്ച ഒരേ ഒരു മാർഗം, അത് യേശുവിന്റെ മാർഗമാണ്. That is the real power of the gospel. It can transform the lives of people. ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന അവൻ ഈ സുവിശേഷത്തിന്. എന്റെ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? പഴയ സ്വഭാവത്തെ മാറ്റി പുതു മനുഷ്യനാക്കുവാൻ ഈ യേശുവിന്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് അഭിമാനത്തോടെ പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. ഫസ്റ്റ് തിങ്, ഒരുവനെ രൂപാന്തരപ്പെടുത്തുന്ന സുവിശേഷം. സെക്കൻഡ് തിങ്, it can redeem us from the sin. പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് യേശുവിനെ മകനും മകളുമാക്കുന്ന സുവിശേഷം. അവൻ പാപത്തിന്റെ പടുകുഴിയിലായിരുന്ന മാനവരാശി വിടുവിപ്പാൻ പാപമില്ലാത്തവനും പരിശുദ്ധനും പരമോന്നതനും പാപികളോട് വേർപെട്ടവനും സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്ന കർത്താവ് അവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. സ്വർഗത്തിന്റെ മകനുമായ കർത്താവ് അവൻ പറയുകയാണ്, നിങ്ങളെ പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അവന്റെ പേര് യേശു എന്നാണ്.
ഈ ലോകത്തിലെ എത്ര വലിയ രാഷ്ട്രീയ പാർട്ടികൾ, ഒരു പാർട്ടിയുടെ വ്യക്തമല്ല, അവര് മാറി മാറി ഭരിച്ചാലും ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കോ ഫിലോസഫേഴ്സിനോ ഒരു തത്വചിന്തകന്മാർക്കോ കഴിയത്തില്ല. എന്നാൽ ഒരുവന്റെ പേര് ഞാൻ വിളിച്ചു പറയാം, അവന്റെ പേര് യേശു എന്നാണ്. നമ്മുടെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ കഴിയുന്ന ഒരേ ഒരുവൻ, അവന്റെ പേര് നസറേയനായ യേശു ക്രിസ്തു എന്നാണ്. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നമ്മുടെ പാപങ്ങൾ എത്ര കടുഞ്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം എത്ര സവിസ്തരമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 7, 8, 9 വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെയായി നമ്മുടെ പാപങ്ങളെ നാം ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് അവൻ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാകുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എന്റെ പാപത്തെ എന്റെ കർത്താവ് മാറ്റി എന്നുള്ള ഉറപ്പ് ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, അവൻ ആട്ടുകൊറ്റന്റെയും കാളക്കിടാവിന്റെ രക്തത്തിന് ഒരു മനുഷ്യന്റെ പാപത്തെ മുഴുവനായി നീക്കാൻ കഴിയാതെ വന്നപ്പോൾ പിതാവാം ദൈവം തന്റെ ഓമനകുമാരനായ യേശുവിനെ ഈ താണലോകത്തിലേക്ക് അയച്ചു. പാപമില്ലാത്തവനാണ് അവൻ, പരിശുദ്ധനാണ്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത്, ഒരുവന്റെ കാൽ കീഴെ ആ കാൽ തൊട്ട് വന്ദിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് യേശുവിന്റെ കാൽ തൊട്ട് ഞാൻ വന്ദിക്കും. അവൻ എന്താ പറയാ, മാന്യനായ ഒരു ഗുരുവാണ്, അവൻ പരിശുദ്ധനായ ഗുരുവാണ്, അവനെ പോലെ ഒരു ഗുരുവില്ലേ ഇല്ല. What is the power of the gospel? അത് it can redeem us from the sin. അത് പാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുന്ന ഒരു സുവിശേഷമാണ്. 3, it is always encouraging us to love one another. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച സുവിശേഷമാണ്. അതുകൊണ്ടല്ലേ മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞത്, I always love Christ, I love his ways. അതുകൊണ്ടാണ് അഹിംസ, നോൺ വയലൻസ് താൻ തിരഞ്ഞെടുത്തത്. യേശുവിന്റെ ജീവിതം തന്നെ വല്ലാതെ ഇമ്പാക്ട് ചെയ്തത് കൊണ്ടാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച കർത്താവ് അവൻ തന്റെ മുഖത്ത് തുപ്പുമ്പോഴും തന്നെ തടിക്കുമ്പോഴും I want to love others എന്ന് പഠിപ്പിച്ച ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, ഈ സുവിശേഷത്തിന് മാത്രമേ ഒരാളെ സ്നേഹിക്കാൻ പഠിപ്പിക്കാൻ ഈ യേശുവിന്റെ വചനത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ദൈവമക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ആരെങ്കിലും സമരത്തിന് പോയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും ബോംബ് വെക്കാൻ പോയിട്ടുണ്ടോ? നമ്മൾ ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ബൈബിൾ പഠിപ്പിക്കുന്നു, ലവ് വൺ അനദർ ജസ്റ്റ് ലൈക്ക് ക്രൈസ്റ്റ് ലവ്ഡ് us. യേശു സ്നേഹിച്ചതുപോലെ നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതാകുന്നു. തമ്മിൽ സ്നേഹിച്ചാൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുക. അതുകൊണ്ടാണ് യോഹന്നാൻ 1:12 പറയുന്നുണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഞാൻ ദൈവത്തിന്റെ മകനും മകളുമാണ്? എന്നെ സ്നേഹിച്ചത് കൊണ്ടാണ്, അവൻ എൻ്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം അഭിമാനത്തോടെ ആർജവത്തോടെ നമുക്ക് ഈ പന്തലിൽ വന്ന് നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ കഴിയുന്നത്. The last one, the gospel can give a real peace to our life. നമ്മുടെ ജീവിതത്തിന് യഥാർത്ഥമായി സമാധാനം തരാൻ ഈ യേശുവിന്റെ സുവിശേഷത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. എൻ്റെ സ്കൂൾ പഠനം മുഴുവൻ പെരുന്നാട്, വടശ്ശേരിക്കര, പത്തനംതിട്ട, അടൂരൊക്കെയാണ്. എന്നെ പഠിപ്പിച്ച പല അധ്യാപകരും കേൾക്കുന്നുണ്ട്. ഞാൻ വിളിച്ചു പറയും, ഞാനും ഒരു കൗൺസിലിംഗ് അധ്യാപകനാണ്. എത്രയോ കുടുംബങ്ങൾ ശിഥിലമാകുമ്പോൾ, സമാധാനമില്ലാതെ അവർ കൗൺസിലിങ്ങിന് വേണ്ടി വരുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയും, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ചാൽ, ഈ സുവിശേഷം വിശ്വസിച്ചാൽ അവൻ നിങ്ങളുടെ ജീവിതത്തിന് സമാധാനം തരും. The real peace only Jesus can give us. ഈ ലോകത്തിലെ ആർക്കും തന്നെ സമാധാനം തരാൻ കഴിയത്തില്ല. എത്ര വലിയ രാഷ്ട്രീയ പാർട്ടികൾ മാറി ഭരിച്ചാലും കർത്താവ് പറയുകയാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയുള്ള സമാധാനമല്ല. എൻ്റെ സമാധാനം അത് മുഴുവനായി നിങ്ങൾക്ക് നൽകുകയാണ്. ദൈവമക്കൾക്ക് സമാധാനം ആവശ്യമുണ്ടോ? സന്തോഷം ആവശ്യമുണ്ടോ? ജീവിതത്തിൽ രൂപാന്തരം ആവശ്യമുണ്ടോ? ജീവിതത്തിന്റെ പാപത്തിന് ആ പടികുടിയിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം ആവശ്യമുണ്ടോ? ഞങ്ങൾ വിളിച്ചു പറയും, ഒരേ ഒരു മാർഗം, അവൻ ഒരേ ഒരു വഴി. യേശു പറഞ്ഞതുപോലെ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, മറ്റൊരുത്തിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമമില്ല. ആ നാമം നമ്മൾ വിളിച്ചു പറയുന്ന നസറേയനായ യേശുവിന്റെ നാമമാണ്. എത്ര പേർക്ക് പറയാൻ പറ്റും? We are so privileged and we are so proud to say Jesus is our savior. അവൻ നമ്മുടെ രക്ഷകനാണ്.
അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ പോലും വിളിച്ചു പറഞ്ഞു, ഒരു സഹരക്ഷകയില്ല, സഹരക്ഷകനുമില്ല, മറ്റൊരു മധ്യസ്ഥനില്ല. ഞങ്ങൾ വിളിച്ചു പറയും, യേശുവല്ലാതെ ഒരു രക്ഷകനില്ല, യേശുവല്ലാതെ ഒരു മധ്യസ്ഥനില്ല, അവൻ മാത്രം, അവന്റെ പേര് യേശു എന്നാണ്. കുറച്ച് ഹിന്ദിക്കാർ കേൾക്കുന്നുണ്ട്, എനിക്ക് ഹിന്ദി അറിയത്തില്ല, എങ്കിലും വിളിച്ചു പറയുകയാണ്, യീശു മसीह आपको प्यार करता है, हमारे पाप के लिए ओ यीशु मसीह मर गया, इनका लघु നമ്മുടെ പാപത്തിനു വേണ്ടി മരിച്ച യേശുവിന്റെ രക്തം നമ്മെ സകല പാപത്തിന്റെയും അവൻ പരിഹാരകനാണ്. എത്ര പേർക്ക് ആർജവത്തോടെ വിളിച്ചു പറയാൻ പറ്റും, ഞങ്ങൾ യേശുവിന്റെ മക്കളാണ്? What is the power of the gospel? പൗലോസ് പറയും, എന്നെ രൂപാന്തരപ്പെടുത്തിയ സുവിശേഷം. ഇതുവരെ മറ്റുള്ളവരെ കൊല്ലുവാനും മുടിക്കുവാനും നഖശിഖാന്തം തകർക്കുവാനിരുന്ന അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ മാറ്റിമറിച്ച സുവിശേഷം. നിങ്ങളുടെ ജീവിതത്തിൽ ആ കർത്താവിന്റെ സ്നേഹം ആവശ്യമാണെങ്കിൽ, സമാധാനം ആവശ്യമാണെങ്കിൽ, ഇന്ന് പകൽക്കാലം പറ, മറ്റൊന്നിന്റെയും ആവശ്യമില്ല. അവൻ ഒരു മെഴുകുതിരി കത്തിക്കേണ്ട ആവശ്യമില്ല, ഒരു വ്രതത്തിന്റെ ആവശ്യമില്ല. അവിടെ ഇരിക്കുന്ന എവിടെയാണോ, ഏത് സ്ഥലത്താണോ ഞങ്ങളുടെ ശബ്ദ പരിധിക്കുള്ളിൽ ഞങ്ങളെ കേൾക്കുന്നവരോട് വിളിച്ചു പറയുകയാണ്, ഹൃദയം യേശുവിനായി കൊടുത്താൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായി സവിസ്തരമായി വിളിച്ചു പറയുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവജനം നമ്മളെ ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്തമുണ്ട്. എന്താണ്? ഈ സുവിശേഷം നമ്മൾ കേൾക്കുക മാത്രമല്ല, we want to give to others also. ഒരിക്കലും സെൽഫിഷ് ആകാതെ, സ്വാർത്ഥതയോടാകാതെ, ഇപ്പോൾ ഇന്ന് കൺവെൻഷൻ പേര് വിളിച്ചു പറഞ്ഞതുപോലെ നമ്മളും യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ ആർജവമുള്ളവരാകട്ടെ. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.